നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക, അതാണിപ്പോൾ കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. കേരളത്തിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയെ AICC പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ആലോചിച്ച് സ്ഥാനാർത്ഥികളുടെ ഷെഡ്യൂൾ തയ്യാറാക്കും. ചെറുപ്പക്കാർക്ക് അവസരം നൽകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. എന്നാൽ ചെറുപ്പക്കാരെ മാത്രമല്ല, തലമുതിർന്ന പാർട്ടിയുടെ സീനിയർ നേതാക്കളെ പരിഗണിക്കും. സീനിയർ നേതാക്കൾ, ചെറുപ്പക്കാർ, വനിതകൾ എല്ലാവരും ചേർന്ന ഒരു ബ്ലെൻഡായിരിക്കും സ്ഥാനാർത്ഥി പട്ടികയെന്ന് കോൺഗ്രസ്. പ്രഖ്യാപനം വരുന്നതിന് മുൻപ് സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ചർച്ചകൾക്ക് വഴിവെക്കരുത് എന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകുന്നു. KPCC, DCC ഭാരവാഹികളുടെയും നേതാക്കളുടെയും ഒക്കെ പ്രവർത്തനം ഉത്തരവാദിത്വ ബോധത്തോടെ ആയിരിക്കണമെന്ന് കോൺഗ്രസ് പറയുന്നു. വരുന്ന 4 മാസത്തേക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഒഴിവ് കഴിവും അംഗീകരിക്കില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ വലിച്ചിഴച്ച് വിഴുപ്പലക്കരുത് എന്ന് കോൺഗ്രസ് നേതൃത്വം പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്കടക്കം മുന്നറിയിപ്പ് നൽകുന്നു. ആർക്കെങ്കിലും ഇനി പരാതി ഉണ്ടെങ്കിൽ അത് നേതൃത്വത്തിന് എഴുതി നൽകണം. ഒറ്റക്കെട്ടായി എടുക്കുന്ന പൊതുചിന്താഗതികൾക്കെതിരായ ഒറ്റപ്പെട്ട ശബ്ദം എവിടെ നിന്നെങ്കിലും ഉയരുന്നുവെങ്കിൽ അതിനെ എതിർക്കുക എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതനുസരിച്ച് നേതൃത്വം പ്രവർത്തിക്കണമെന്നും KC വേണുഗോപാൽ പറയുന്നു. കോൺഗ്രസിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് CPM. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്നും അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും KC പറയുന്നു. കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന വാർത്തകൾ സൃഷ്ടിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ തന്ത്രം. അതിന് പറ്റിയത് ദ്വിദിന ക്യാമ്പിൽ നിന്ന് കിട്ടുമോ എന്നവർ ഉറ്റുനോക്കുന്നു. ലോക്സഭയിലും തദ്ദേശ സ്ഥാപനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഏക കച്ചിത്തുരുമ്പ് കോൺഗ്രസിൽ ഭിന്നതയുണ്ടാക്കുക മാത്രം. KPCC സംഘടിപ്പിച്ച 2 ദിവസത്തെ ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മിറ്റിൽ കളം നിറഞ്ഞു നിന്നത് KC വേണുഗോപാൽ തന്നെ. താൻ കേരളത്തിൽ അജയ്യ നേതാവായി മാറും എന്നുറപ്പിക്കുന്ന ഒരു ദ്വിദിന ക്യാമ്പാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ക്യാമ്പിന്റെ ദിശയും അജണ്ടയും ഒക്കെ നിശ്ചയിക്കപ്പെട്ടത് KC വേണുഗോപാലിന്റെ ആദ്യ പ്രസംഗത്തിലും തുടർന്ന് അദ്ദേഹം നടത്തിയ മാധ്യമ സമ്മേളനങ്ങളിലും. കോൺഗ്രസിലെ ഒന്നാമൻ താനാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു ക്യാമ്പായി വയനാട് ക്യാമ്പ് മാറിയിരിക്കുന്നു. എന്നാൽ അതിലപ്പുറം മറ്റു നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഭിന്നസ്വരങ്ങൾ ഉയരുന്നില്ല എന്നതാണ് ഈ ക്യാമ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. ശശി തരൂരിനെ ഒപ്പം നിർത്തി KC വേണുഗോപാൽ മുൻനിരയിലിരുന്നു. 2 ദിവസത്തെ ക്യാമ്പിൽ പൂർണ്ണസമയവും KC വേണുഗോപാൽ അവിടെ ചിലവഴിച്ചു. പാർട്ടിയുടെ നേതാക്കളുമായി വലിയ സൗഹൃദ വലയം പുതുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട കർമ്മപരിപാടികൾ, ജയസാധ്യത കുറഞ്ഞ സീറ്റുകൾ എങ്ങനെ പിടിക്കാം, ജനങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ഇടപെടലുകൾ നടത്താം തുടങ്ങിയ ചർച്ചയായിരുന്നു ദ്വിദിന ക്യാമ്പിലെ മുഖ്യ അജണ്ട. പരസ്പരം പടവെട്ടരുത്, ചെളിവാരി എറിയരുത്, പൊതുസമൂഹത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കണം, പാർട്ടിക്കായി പണിയെടുത്ത കൊടിപിടിച്ച് തൊണ്ട പൊട്ടുമാറ് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് ചുവരെഴുതിയ അണികളെ നിരാശരാക്കുന്ന പ്രവൃത്തികൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന് KC വേണുഗോപാൽ ഓർമ്മപ്പെടുത്തി. പാർട്ടി ഒരു തീരുമാനം കൈക്കൊണ്ടാൽ സാധാരണ അതിനെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ പരമ്പരാഗത ശൈലിക്ക് മാറ്റം വരണം. പാർട്ടിക്കായി പണിയെടുക്കുന്ന പ്രവർത്തകരെ ചേർത്ത് നിർത്തണം. അവരാണ് പാർട്ടിയുടെ വികാരവും മൂലധനവും. കൃത്യമായി എഴുതി തയ്യാറാക്കിയ പ്രസംഗം തന്നെയാണ് KC ദ്വിദിന ക്യാമ്പിൽ അവതരിപ്പിച്ചത്. UDF അധികാരം പിടിക്കുമെന്ന ആത്മവിശ്വാസം ക്യാമ്പിൽ പങ്കെടുത്ത നേതാക്കളുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഒപ്പം സുനിൽ കനഗോലു അവതരിപ്പിച്ച റിപ്പോർട്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ ഉറപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കരുത്തരെ മണ്ഡലങ്ങളിൽ ഇറക്കി കരുത്തു തെളിയിക്കാനുള്ള പോർവിളി കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു ക്യാമ്പിൽ നേരിട്ടെത്തി നേതാക്കളുമായി സംസാരിച്ചു. എന്നാൽ സുനിൽ കനഗോലു പൂർണ്ണമായും KCയുടെ വക്താവാണ്. സുനിൽ കനഗോലു നേതാക്കളുമായി ചർച്ച ചെയ്ത് KCക്ക് അനുകൂലമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഓരോ മണ്ഡലങ്ങളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും നിയമസഭാ സാധ്യതകളും വിശകലനം ചെയ്ത് 3 മേഖലകളായി തിരിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തുടരുന്നു. തൃപ്പൂണിത്തറയിൽ K ബാബുവിന് പകരം മറ്റൊരു പുതുമുഖത്തെ പാർട്ടി പരിഗണിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്നതുകൊണ്ട് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് K ബാബു നേതൃത്വത്തെ അറിയിച്ചതിനെ തുടർന്നാണിത്.
മറ്റ് നിരവധി മണ്ഡലങ്ങളിൽ മാറ്റം വരും. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ചില വിവാദങ്ങൾ ഉയർന്നു പൊങ്ങിയ സാഹചര്യത്തിൽ എൽദോസിനെയും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന സമ്മർദ്ദം ശക്തമാണ്. എറണാകുളം ജില്ലയിലെ കോതമംഗലം പെരുമ്പാവൂർ സീറ്റുകൾ സംബന്ധിച്ച് കേരള കോൺഗ്രസുമായി സീറ്റ് വെച്ചുമാറ്റ ചർച്ചകൾ നടത്തണമെന്ന ആവശ്യവും ഉയരുന്നു. യുവത്വമോ പ്രായമോ ഇക്കുറി മാനദണ്ഡമാക്കേണ്ട, വിജയസാധ്യത മാത്രം കണക്കുകൂട്ടിയാൽ മതി എന്നതാണ് കോൺഗ്രസിൽ ഉയർന്നിരിക്കുന്ന പൊതുധാരണ. മധുസൂദന മിശ്രയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി പട്ടിക പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കും. ഇതിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരു നേതാവും തലപൊക്കരുത് എന്ന പൊതു തീരുമാനത്തിലെത്തിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 85 സീറ്റുകൾ UDF നേടുമെന്നാണ് സുനിൽ കനകോലുവിന്റെ പഠന റിപ്പോർട്ട്. എന്നാൽ 100 സീറ്റുകൾ ലക്ഷ്യമിടണമെന്ന് സുനിൽ കനകോലു പാർട്ടിയെ ഓർമ്മപ്പെടുത്തുന്നു. 100 സീറ്റുകൾ ലക്ഷ്യമിട്ട് ശക്തമായ പ്രചരണത്തിലേക്ക് പാർട്ടി കടക്കണം. പുനലൂർ, പത്തനാപുരം പോലെ നിരവധി സീറ്റുകൾ ഇക്കുറി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. പത്തനാപുരം മണ്ഡലം നിറഞ്ഞു നിന്ന് ജ്യോതികുമാർ ചാമക്കാല വിജയം ഉറപ്പിച്ചു നിൽക്കുന്നു എന്ന വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നുണ്ടാവുന്നത്. സമാനമായ സാഹചര്യം പല മണ്ഡലങ്ങളിലുമുണ്ട്. UDF തിരികെ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അടി തുടങ്ങില്ലേ എന്നതാണ് സോഷ്യൽ മീഡിയയിലെ മുഖ്യ ചോദ്യം. അതിനുത്തരം പറയുന്ന രസകരമായ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വൈറലാകുന്നു. ഈ ഫേസ്ബുക്ക് കുറിപ്പ് പരമാവധി വൈറലാക്കാൻ കോൺഗ്രസ് നേതൃത്വവും അണികളോട് ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മത്സരിക്കുന്ന പരവൂരിൽ ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ LDF പദ്ധതിയിടുന്നു. അതിന്റെ ഭാഗമായി CPI നേതാവ് VS സുനിൽകുമാറിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ശക്തമായ മത്സര സമ്മർദ്ദം സമ്മാനിക്കാൻ LDF തന്ത്രമൊരുക്കി. പറവൂർ നിയോജക മണ്ഡലത്തിൽ VD സതീശനെതിരെ VS സുനിൽകുമാറിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിലാണ് CPI. VS സുനിൽകുമാറിന് ഇളവ് നൽകി പറവൂരിൽ മത്സരിപ്പിക്കുമെന്ന സൂചന CPI പുറത്തുവിടുന്നു. പലപ്പോഴും ഏകപക്ഷീയ മത്സരമാണ് പറവൂരിൽ സംഭവിച്ചത്. VS സുനിൽകുമാർ ഇറങ്ങിയാൽ VD സതീശൻ പരിക്കലിലാകും എന്ന് LDF കണക്കുകൂട്ടുന്നു. സമാന തലത്തിൽ ഹരിപ്പാടും അതിശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു LDF നേതൃത്വത്തിൽ നിന്ന്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന്റെ ഭാഗത്തു നിന്ന് സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെ വലിയ ലിസ്റ്റ് ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ ശക്തരായ ചില സെലിബ്രിറ്റി താരങ്ങളെ കളത്തിലിറക്കണമെന്നും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തു. സിനിമാ താരങ്ങളും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളും IAS റിട്ടയർ ചെയ്തവരുമൊക്കെ ഇനി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും. VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ മത്സരിപ്പിക്കുമെന്ന സൂചന CPM നൽകിക്കഴിഞ്ഞു. ഇതിന് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെ കളത്തിലിറക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു. സിനിമാ താരങ്ങളായ ആസിഫ് അലി, രമേശ് പിഷാരടി, ഉണ്ണി മുകുന്ദൻ, ഫുട്ബോൾ താരമായ IM വിജയൻ, U ഷറഫ് അലി തുടങ്ങിയവരൊക്കെ സാധ്യത പട്ടികയിലുണ്ട്. അരുൺകുമാറിനെ കായംകുളത്ത് മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ CPM തുടങ്ങിക്കഴിഞ്ഞു. അരുൺകുമാറിനെ നേരിടാൻ തച്ചടി പ്രഭാകരന്റെ മകൻ ബിജു പ്രഭാകരനെ കായംകുളത്തിറക്കാൻ കോൺഗ്രസ് ആലോചന തുടങ്ങി. തൃപ്പൂണിത്തറയിൽ ഇക്കുറി K ബാബു മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കിയതോടെ രമേശ് പിഷാരടിയെ കളത്തിലിറക്കി സ്വരാജിനെ ചുരുട്ടിക്കൂട്ടാനുള്ള പദ്ധതി കോൺഗ്രസ് തയ്യാറാക്കി കഴിഞ്ഞു. ഉണ്ണി മുകുന്ദൻ എത്തുക BJP സ്ഥാനാർത്ഥിയായി. ആസിഫ് അലിയെ ആലപ്പുഴയിലിറക്കി കടുത്ത മത്സരം കാഴ്ചവെക്കാൻ CPM കരുക്കൾ നീക്കുന്നു. എന്നാൽ സിനിമയിൽ സജീവമായി നിൽക്കുന്ന ആസിഫ് അലി സിനിമ ഉപേക്ഷിച്ച് മത്സരത്തിനിറങ്ങുമോ എന്ന് കൗതുകത്തോടെ നോക്കുകയാണ് ആലപ്പുഴക്കാർ. CPM കേന്ദ്രങ്ങളിൽ നിന്ന് കോൺഗ്രസിന് നേർക്കുയരുന്ന ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം തന്നെയാകും. അതിനുള്ള ഉത്തരം ഒരു ഫേസ്ബുക്ക് കുറിപ്പായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ഈ ഫേസ്ബുക്ക് കുറിപ്പ് പരമാവധി വൈറലാക്കാൻ പാർട്ടി നേതാക്കൾ തന്നെ അണികളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഡോക്ടർ മൂപ്പൻസ് വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിസിറ്റിംഗ് പ്രൊഫസർ ഡോക്ടർ SS ലാൽ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഒരു കുടുംബ സുഹൃത്ത് തന്നോടൊരു ചോദ്യം ചോദിച്ചു. അതിന് ഡോക്ടർ SS ലാലിന്റെ മറുപടി. അതാണ് ഈ കുറിപ്പിന്റെ ഹൈലൈറ്റ്. കോൺഗ്രസിനോട് ശക്തമായ അനുഭാവം പുലർത്തുന്ന ഒരു കുടുംബ സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു ഞാൻ. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, മിതഭാഷിയാണ്. വലിയ ഉദ്യോഗത്തിൽ നിന്നും കുറച്ചുനാൾ മുമ്പാണ് വിരമിച്ചത്. അദ്ദേഹം ലാലെ ഇത്തവണ UDF തിരികെ വരുമെന്നുറപ്പാണ്, നല്ല വിജയമായിരിക്കും. പക്ഷേ ഭൂരിപക്ഷം കിട്ടിയാലും പ്രശ്നമല്ലേ? എന്ത് പ്രശ്നം? മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള 5-6 പേരില്ലേ? അത് നല്ല കാര്യമല്ലേ? ഒരാൾക്കല്ലേ മുഖ്യമന്ത്രിയാകാൻ കഴിയൂ? കുറേ സീനിയർ നേതാക്കളില്ലേ? അത് കോൺഗ്രസിൻ്റെ നേട്ടമല്ലേ? മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള 5-6 നേതാക്കളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞ പാർട്ടിയല്ലേ നല്ല പാർട്ടി?
അത് പാർട്ടിയുടെ മാഹാത്മ്യമല്ലേ? അല്പം ആലോചിച്ചതിന് ശേഷം അദ്ദേഹം അത് ശരിയാണല്ലോ, പക്ഷെ CPM-ന് ഒരു സ്ഥാനാർത്ഥിയല്ലേ ഉള്ളൂ, CPM-ൽ ആ ലെവലിലേക്ക് വളരാൻ ആരെയും അനുവദിക്കാത്തതല്ലേ, എല്ലാവരെയും പിണറായി നേരത്തെ വെട്ടി നിരത്തിയില്ലേ, അതും ശരിയാണല്ലോ, പക്ഷേ UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ നേതാക്കൾ തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തർക്കമാകില്ലേ? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നയാളല്ലേ? എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്ന തർക്കത്തിൽ ഉടക്കി UDF-ന് മുഖ്യമന്ത്രി ഉണ്ടാകാതെ വന്നിട്ടുണ്ടോ? മന്ത്രിസഭ ഉണ്ടാകാതെ വന്നിട്ടുണ്ടോ? ശരിയാണ്, പക്ഷെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തർക്കമുണ്ടാകും എന്നാണല്ലോ സംസാരം. ആരുടെ സംസാരം? ഈ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും തർക്കിച്ചോ? അതും ശരിയാണ്, പക്ഷേ ഈ പ്രചരണം അതാണ് CPM തന്ത്രം. ഈ നറേറ്റീവ് CPM-ൻ്റേതാണ്. അവരാണിത് നമ്മുടെ മനസ്സിലേക്കിടുന്നത്. അത് നമ്മളെന്തിനാണ് വിശ്വസിക്കുന്നത്, പറഞ്ഞു നടക്കുന്നത്? പിണറായിയെ പേടിച്ച് LDF-ൽ ആർക്ക് മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. പാവങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് പിണറായിയുടെ സ്തുതിഗീതങ്ങൾ പാടുക മാത്രമാണ്. കാരണഭൂതൻ ഈയിടെ ടീച്ചറും പിണറായി സോപ്പിടുന്നത് കണ്ടു, അവരുടെ അവസ്ഥ. അതുകൊണ്ട് CPM തന്ത്രത്തിൽ നമ്മൾ വീഴരുത്. നമ്മുടെ നേതാക്കൾ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ലല്ലോ. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള 5-6 പേരെ നമ്മുടെ ജനങ്ങളല്ലേ ഇവിടെ വളർത്തിയത്? പാർട്ടിയുടെയും നാടിൻ്റെയും ഗുണമായല്ലേ നമ്മൾ അതിനെ കാണേണ്ടത്, അതിനെപ്പറ്റി പറയേണ്ടത്? ഞാൻ ഇതുവരെ ഇങ്ങനെ ആലോചിച്ചിട്ടില്ല. ലാല് പറയുന്നത് പോലെ ഇതൊരു നല്ല കാര്യമാണല്ലോ. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയും പരിചയവുമുള്ള 5-6 നേതാക്കൾ നമ്മുടെ പാർട്ടിയിലുള്ളത് നല്ല കാര്യമാണല്ലോ. ലാലിന് ഈ ഒരു പെർസ്പെക്റ്റീവ് ഒന്ന് എഴുതിക്കൂടെ? ഞാൻ തീർച്ചയായും എഴുതാം. ഡോക്ടർ SS ലാലിൻ്റെ ഈ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുമ്പോൾ അത് ഒരുപാട് ആശയങ്ങൾ പകരുന്നുണ്ട്. എന്നാൽ മറുവശത്ത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം കോൺഗ്രസ് അണികൾ തന്നെ ഉയർത്തുമ്പോൾ അതിനുകൂടി ഒരു ഉത്തരം കണ്ടുപിടിക്കേണ്ട ധാർമ്മികത, ഉത്തരവാദിത്വം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനുണ്ട്. KC വേണുഗോപാലിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. പക്ഷേ KCക്ക് എത്രമാത്രം പ്രവർത്തകരുമായി ഒരു ഇഴയെടുപ്പമുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ നിൽപ്പുണ്ട്. നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന് പാർട്ടി തന്നെ കണ്ടുപിടിക്കട്ടെ. അതിനുവേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു. ഒരു നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൂടി കളത്തിലിറക്കാൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് തന്നെയാവും ആ മിന്നുന്ന വിജയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.